നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഈസ്റ്റ് ബംഗാൾ SCക്കെതിരെയാണ്. മത്സരം നടക്കുന്നത് വെള്ളിയാഴ്ച ഈസ്റ്റ് ബംഗാളിന്റെ മൈതാനത്ത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കൊൽക്കത്തയിലാണ്. വെള്ളിയാഴ്ച രാത്രി ഇന്ത്യൻ സമയം 7:30 മത്സരം ആരംഭിക്കും. ഈ കളിക്ക് കൊൽക്കത്തയിലേക്ക് പറക്കുന്നതിന് മുമ്പ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ച് TG പുരുഷോത്തമൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ആ ഘട്ടത്തിൽ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് പല ചോദ്യങ്ങളും ചോദിച്ചു. അതിലൊരു ജേർണലിസ്റ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ടോപ്പ് 6 പോസിബിലിറ്റിയെക്കുറിച്ച്, അതായത് പ്ലേ ഓഫിലേക്ക് എത്തുന്ന പോസിബിലിറ്റിയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അതിന് അരികിലേക്കാണോ പോകുന്നത്? ഇപ്പോൾ അടുത്തൊരു വിജയം കൂടി നേടുകയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാറില്ലേ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ടോപ്പ് 6 പോസിബിലിറ്റിയെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. അതിന് കോച്ച് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. കോച്ച് TG പുരുഷോത്തമൻ പറയുന്നു, ഞങ്ങൾ ടീമിൻ്റെ ചാർജ് ഏറ്റെടുക്കുമ്പോൾ, അദ്ദേഹവും തോമസ് ഷോർസും ടീമിൻ്റെ ചാർജ് ഏറ്റെടുക്കുമ്പോഴുള്ള കാര്യമാണ് പറയുന്നത്. ടീമിൻ്റെ ചാർജ് ഏറ്റെടുക്കുമ്പോൾ ഞങ്ങൾ ഒരിക്കലും ടോപ്പ് 6 കുറിച്ചോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും ചിന്തിച്ചിട്ടില്ല. ഞങ്ങൾ മാച്ച് ബൈ മാച്ച് ആയിട്ടാണ് കാര്യങ്ങളെ എടുക്കുന്നത്. അടുത്ത ഓപ്പണൻ്റ് ആരാണ്, അതിനെക്കുറിച്ചാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഹോപ്പ്ഫുള്ളി നമ്മുടെ പെർഫോമൻസ് നന്നായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അതെല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും, നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ചില പ്ലാനുകളുണ്ട്. ലെറ്റ് സീ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർവേർഡ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും പ്ലാനുകളുണ്ട്. എന്നാൽ ഇപ്പോൾ ടോപ്പ് 6 എന്നുള്ളത് അങ്ങനെ ഒറ്റയ്ക്ക് നോക്കാതെ മറിച്ച് മാച്ച് ബൈ മാച്ച് ആയിട്ട് എടുക്കുക. നമുക്കറിയാമല്ലോ, മിഡ് സീസണിൽ വെച്ച് കോച്ചിനെ പുറത്താക്കി ഇൻട്രീം കോച്ചായിട്ട് വന്നവരാണ് TG പുരുഷോത്തമനും തോമസ് ഷോർസും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഒറ്റയടിക്ക് ആ ഒരു ടോപ്പ് 6 അല്ലെങ്കിൽ പ്ലേ ഓഫ് എന്നൊക്കെ ചിന്തിക്കാതെ മാച്ച് ബൈ മാച്ച് ആയിട്ട് എടുക്കുക. അടുത്ത ഓപ്പണൻ്റ് ആരാണ്, അവരെക്കുറിച്ച് ചിന്തിക്കുക. അടുത്ത മത്സരത്തെക്കുറിച്ച് ചിന്തിക്കുക. അതിൽ നന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. സം പ്ലാൻസ് നമുക്കുണ്ട്. വി ഹാവ് സം പ്ലാൻസ്. ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർവേർഡ്സ് എന്ന് TG പുരുഷോത്തമൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരും പ്രതീക്ഷയിലാണ്. പോസിറ്റീവ് റിസൾട്ടുകൾ ഉണ്ടാക്കിയാൽ ഇപ്പോഴും ആ പ്ലേ ഓഫ് സ്പോട്ട് നമുക്ക് കയ്യെത്തും ദൂരത്ത് തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.